കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. റൂമിലേക്ക് കയറി വരുന്ന ഹരീഷിനോട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷ്, നീ എഴുന്നേറ്റോ? എന്നാൽ ഇത് കേൾക്കാത്ത മട്ടിൽ ഹരീഷ് അങ്ങ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം അല്പസമയം കഴിഞ്ഞതും നമ്മുടെ നികേഷ് അങ്ങോട്ടേക്ക് വരികയാണ്. നികേഷിനോടും സുധീഷ് ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. എടാ, നീ എഴുന്നേറ്റോടാ, നീ എന്താ കോളേജിൽ പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നികേഷ് ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും ഒരു ബുക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്താ ഇവരാരും തന്നോട് മിണ്ടാത്തത്, ഇവർക്കൊന്നും ചെവി കേൾക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തലേ ദിവസം രാത്രി നടന്ന സംഭവങ്ങളൊക്കെ സുധീഷിൻ്റെ ഓർമ്മയിലേക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നു വരുന്നത്. തലേ ദിവസം രാത്രി കുടിച്ച് ലെക്ക് കെട്ടി കയറി വന്നതും നമ്മുടെ നിധിയുടെ റൂമിൽ കയറി അവളോട് വഴക്കിട്ടതും അവളോടൊപ്പം കിടന്നതും അതിനുശേഷം ചേട്ടനും അനിയന്മാരൊക്കെ വന്ന് അവരോട് വഴക്കിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ചേട്ടനെ അടിക്കാനായി ഓങ്ങിയതും എല്ലാം ഓരോന്നോരോന്നായി നമ്മുടെ സുധീഷിൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. എല്ലാം ഓർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ സുധീഷിന് ആകെ സങ്കടം തോന്നുവാണ്. താൻ എന്തൊക്കെയാണ് ഇന്നലെ ചെയ്തു കൂട്ടിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് സുധീഷ് തലയ്ക്ക് കൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് കയറി വരുന്നത്. സുധീഷ് പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ. ഇത് കേട്ടതും പെട്ടെന്ന് സുഭാഷിന് ദേഷ്യം വരികയാണ്. നീ എന്താടാ പറഞ്ഞത്? അറിയാതെന്നോ? നീ എൻ്റെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാവുന്നു. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോടാ പെരുമാറുന്നത്? എനിക്ക് നിന്നെ കാണുന്നത് വെറുപ്പായിരിക്കുന്നു. ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? നീ ആ പെൺകുട്ടിയുടെ റൂമിൽ ചെന്ന് എന്തൊക്കെയാടാ കാട്ടിക്കൂട്ടിയത്? പാവം ആ പെൺകുട്ടി ഭയന്ന് നിലവിളിക്കുകയായിരുന്നു. എനിക്ക് പറയാൻ തന്നെ നാണക്കേടാവുന്നു. നീ ഒരു പൊറുക്കി മാതിരിയാടാ ഇന്നലെ അവിടെ പെരുമാറിയത്. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പായിരിക്കുന്നു. ഇനി മേലാൽ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സുഭാഷിൻ്റെ നേരെ മുന്നിൽ കയറി നിന്ന് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ പ്ലീസ് ചേട്ടാ, എന്നോട് പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ദേഷ്യം വന്നപ്പോൾ ഞാൻ കുടിച്ചുപോയി, ആ ബോധമില്ലാതെ ഞാൻ ചെയ്തു പോയതാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് സുധീഷ്. ഇത് കണ്ട് ചേട്ടനിക്ക് ദേഷ്യം വരികയാണ്. സുഭാഷ് പറയുന്നുണ്ട്, എടാ നീ എന്താ പറഞ്ഞത്? ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയെന്നോ? ഇങ്ങനെയാണോടാ ചെയ്യുന്നത്? ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കുടിച്ച് അവളുടെ റൂമിൽ കയറി ഇങ്ങനെയൊക്കെയാണോടാ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ ഇങ്ങനെയാണോ നിന്നെ വളർത്തിയത്? അല്ലല്ലോ. പിന്നെ നിനക്ക് വിദ്യാഭ്യാസമില്ലടാ, എന്നിട്ടും നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? റൂമിലെ ബഹളം കേട്ട് നമ്മുടെ ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചേട്ടാ ഇവിടെ? ഇവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവനക്ക് ബോധം വരുന്നില്ല. ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ സുധീഷ് പിറകെ ചെല്ലുന്നുണ്ട്. പ്ലീസ് പ്ലീസ് ചേട്ടാ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. എടാ ഹരീഷ്, നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിറകെ ചെന്ന് കെഞ്ചുന്നുണ്ട്. പക്ഷേ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. സുധീഷ് റൂമിൽ നിന്നും പുറത്തിറങ്ങി എല്ലാവരുടെയും പിറകെ നടന്ന് സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അവനെ മൈൻഡ് ചെയ്യാതെ എല്ലാവരും സുഭാഷും ഹരീഷും ജോലിക്ക് പോകുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ കോളേജിലേക്കും പോവുകയാണ്. അതിനുശേഷം നിധി കിടക്കുന്ന റൂമിനടുത്തേക്ക് പതിയെ സുഭാഷ് നടന്നു ചെല്ലുന്നുണ്ട്. റൂമിനകത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പിറകിൽ നിന്നും ഭാസ്കരൻ വിളിക്കുന്നുണ്ട്, നീ എന്താടാ നോക്കുന്നത്? അതിനകത്ത് അവളില്ല, അവൾ ഇന്ന് രാവിലെ ജോലിക്ക് പോയെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി എന്തൊക്കെയാടാ നീ ചെയ്തു കൂട്ടിയതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷിന് വളരെ ദേഷ്യത്തോടു കൂടി ഓടി വരികയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അച്ഛനെ കൊല്ലാനായി, കഴുത്ത് ഞെരിക്കാനായി 2 കൈകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിനടുത്തേക്ക് വരികയാണ്. ഉടനെ തന്നെ അദ്ദേഹം പിറകോട്ട് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഡാ നീ എന്താ എന്നെ ചെയ്യുന്നത്? എന്നെ കൊല്ലുവാണോ? ഉടനെ സുധീഷ് പറയുന്നുണ്ട്, അതെ, നിങ്ങളെ കൊല്ലണം, നിങ്ങളാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? വെറുതെ ഇരിക്കുന്ന എന്നെ എരിപിരി കയറ്റി വിട്ടിട്ട് അതും കേട്ട് ഞാൻ പോയി കുടിച്ചു വന്ന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി. നിങ്ങൾ ഒറ്റ ഒരുത്തനാ എന്നെ ഇങ്ങനെ ഈ നിലയിൽ എത്തിച്ചത്. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്? ഞാനാണ് ഇതിന് കാരണക്കാരനെന്നോ? ഞാൻ നിന്നോട് എന്താടാ പറഞ്ഞത്? നിങ്ങൾ 2 പേരും ഒരുമിച്ച് ജീവിക്കണം, അതിനുള്ള വഴി കാണണം എന്നല്ലേ പറഞ്ഞത്? നിന്നോട് ഡോറ് തള്ളി തുറന്ന് അകത്ത് ചെന്ന് അവളോടൊപ്പം കിടക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്തൊക്കെയാടാ നീ ഇന്നലെ കാട്ടിക്കൂട്ടിയത്? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തത്. ഇന്നലെ വെറുതെ ഇരിക്കുന്ന എന്നെ എരിപിരി കയറ്റി വിട്ട് അതും കേട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്?
അവളിപ്പോൾ എന്നെപ്പറ്റി എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇനി എന്നോട് അവൾ മിണ്ടുമോ എന്നുകൂടി എനിക്കറിയില്ല. എൻ്റെ സുഭാഷേട്ടൻ കൂടി എന്നെ ഒരു പൊറുക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കും? എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കരയാണ്. ഇത് കണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, തൻ്റെ ഇഷ്ടത്തിന് എല്ലാം നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു, എന്നിട്ട് എല്ലാം ഞാൻ കാരണമാണെന്നാണോ നീ പറയുന്നത്? പോയി പണി നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതേ സമയം നിധി ഓഫീസിൽ ചെന്നിരുന്ന് തലേദിവസം രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടി തന്നെ ഓരോ സീനും അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ നിധി വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിധി ഇന്ന് 2 വട്ടം വിളിച്ചിട്ടും അവൾ മിണ്ടുന്നില്ല. ഉടനെ തന്നെ നിധിന്ന് ഉറക്കി വിളിക്കുമ്പോൾ ഞെട്ടിക്കൊണ്ട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ അല്ല നീ എന്താ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്? എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, എന്തു പറ്റി എന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, രാത്രി ശരിക്കും ഉറങ്ങിയില്ല. അതെന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഏയ് പ്രശ്നമൊന്നുമില്ല, ശരിക്കും ഉറക്കം വന്നില്ല എന്ന് പറയുകയാണ്. തൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ട് നിധി ഫോണിലേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് സുധീഷിൻ്റെ കോളാണെന്ന് മനസ്സിലാവുന്നത്. പെട്ടെന്നത് കട്ടാക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് തുടരെ നിധിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ കോളും നിധി കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും സുധീഷ് അടിക്കുകയാണ്. ഇത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. സുധീഷ് ആകെ ടെൻഷനിലാണ്. പിന്നീട് സുധീഷ് പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നിധിക്ക് അയക്കുന്നുണ്ട്. നിധി അത് കാണുന്നുണ്ട്, പക്ഷേ കാണാത്ത മട്ടിൽ അവിടെ ഇരിക്കുകയാണ്. വീണ്ടും പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മെസ്സേജ് വരും തോറും നിധി കൂടുതൽ ടെൻഷൻ ആവുകയാണ്. പെട്ടെന്ന് ദിവ്യയോട് പറയുന്നുണ്ട്, ദിവ്യ നമുക്കൊരു കോഫി കുടിച്ചിട്ട് വന്നാലോ? ഓ ശരി, അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കോഫി കുടിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി ദിവ്യയോട് ചോദിക്കുന്നുണ്ട്, ദിവ്യ നീ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? അത് കുറച്ച് ദൂരമുണ്ട്, ഒരു 15-20 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഇത് കേട്ടത് നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എങ്ങനെയാണ് ഓഫീസിലേക്ക് വരുന്നത്? അത് ചിലപ്പോൾ ബസ്സിലായിരിക്കും. എന്താ നീ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, നിൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് കൂടി തങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുമോ നിൻ്റെ റൂമിലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ദിവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് എന്ത് പറ്റി? നീ നിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്നും ഈ ഓഫീസിലേക്ക് നല്ല ദൂരമുണ്ട്. കുറച്ച് സമയം അതിനായിട്ട് തന്നെ പോകുന്നുണ്ട്. വരാൻ കുറേ ലേറ്റ് ആവുന്നു. അതുകൊണ്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും നോക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നീ ഹോസ്റ്റലിലാണോ എന്ന് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ച്. എന്തായാലും നീ അന്വേഷിച്ചിട്ട് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ദിവ്യ പറയുന്നുണ്ട്, ശരി നിധി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇതേ സമയം സുധീഷ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ട് ചന്തു ചോദിക്കുന്നുണ്ട്, അല്ല ഹരീഷ് ഏട്ടാ, ഇതെന്ത് പറ്റി ഈ സുധീഷ് ഏട്ടൻ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് അവനക്ക് പനിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. നിനക്കെന്താ ഡൗട്ടുണ്ടോ? എങ്കിലൊന്ന് തൊട്ടു നോക്ക് എന്ന് ഹരീഷ് പറയുമ്പോൾ, അല്ല, കാണുമ്പോൾ പനിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ടെൻഷനിലിരിക്കുന്ന പോലെയാണ്, എന്തോ സങ്കടം വന്നിരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം, നീ പോയി ഞങ്ങൾക്കെല്ലാവർക്കും ചായ മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും പുറത്തേക്ക് അയക്കുകയാണ്. ചന്ത ഷോപ്പിലേക്ക് പോയതും സുധീഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷ്, നീ എന്നെ മോശക്കാരനായിട്ടാണോ കാണുന്നത്? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്താണ് നിന്നെക്കുറിച്ച് ചിന്തിക്കേണ്ടതും കരുതേണ്ടതും? നീ ഇന്നലെ ചെയ്തതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ നീ ചെയ്തത്? ഇത് കേട്ടതും സുധീഷ് വളരെ വിഷമത്തോടു കൂടി താഴേക്ക് നോക്കിയിരിക്കുകയാണ്. സുധീഷിൻ്റെ ഈ ഇരുത്തം കണ്ട് ഹരീഷിന് വളരെ വിഷമം തോന്നുകയാണ്. പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന സ്പാനറൊക്കെ അവിടെ താഴെ വെച്ച് ഹരീഷ് സുധീഷിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ശരി, നീ അതൊക്കെ വിട്ടേക്കേ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേ. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, ഇല്ലടാ, അങ്ങനെ വിടാൻ പറ്റത്തില്ല, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നടാ, അങ്ങനെ സംഭവിച്ചതാ. എനിക്ക് ലൈസൻസ് ഇല്ല, ജോലിയില്ല, എന്നാൽ നിധിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും പറ്റുന്നില്ല. ഞാൻ ഈ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം വന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി.
അച്ഛനോടുള്ള ദേഷ്യത്തിൽ ഞാൻ എവിടെ നിന്നും പോയത് വണ്ടിയുടെ ഓണറുടെ അടുത്തേക്കാണ്. അദ്ദേഹവും അച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എനിക്കാകെ ദേഷ്യമായി. അവരെല്ലാം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അവിടെ നിന്നും മദ്യപിച്ച് ഞാൻ നേരെ വീട്ടിലെത്തിയത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെയാണടാ ചെയ്യുന്നത്. അതിക്രമിച്ച് അവരുടെ റൂമിൽ കയറാൻ പാടുണ്ടോ? നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയാം നിനക്ക് അവരെ നല്ല ഇഷ്ടമാണെന്ന്. പക്ഷെ അത് നീ അവരോട് അതിന് തുറന്നു പറയണം. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എടാ ഞാൻ റൂമിൽ കയറിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലടാ. എത്രയായാലും ഞാനല്ലടാ അവളുടെ റൂമിൽ കയറിയിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, നീയാണെന്നോ? നിന്നെ അവർ അങ്ങനെയല്ലല്ലോ കാണുന്നത്. അവർ ഭർത്താവായി നിന്നെ കാണുന്നില്ല. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ പിന്നെ നീ ഇത്ര അധികാരത്തോടു കൂടി അവരുടെ റൂമിൽ കയറി ചെല്ലാൻ പാടുണ്ടോ? നമ്മളൊക്കെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് അറിയത്തില്ല. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, എടാ ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അത് അവൾ കാണുന്നുണ്ട്, പക്ഷെ റിപ്ലൈ അയക്കുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുവടാ? എന്തായാലും നീ ഒന്നും ചെയ്യണ്ട. കുറച്ചു നേരത്തേക്ക് മിണ്ടാതെ ഒതുങ്ങിയിരിക്കെ. കുറച്ചു നേരം അങ്ങനെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇനി എന്തെങ്കിലും നീ ചെയ്യാൻ പോയാൽ ഇതിനേക്കാൾ വലിയൊരു കുഴപ്പത്തിലേക്ക് പോകത്തുള്ളൂ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷിനെ കണ്ടത് നീതു പറയുന്നുണ്ട്, എന്താ ബ്രോ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. ഞാൻ വരുന്ന സമയത്തൊക്കെ നിങ്ങളിവിടെ ഉണ്ടാവും. എൻ്റെ ആളോട് എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് കേട്ട് സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. നീതുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഉടനെ തന്നെ നീതു ഹരീഷിനോട് പറയുന്നുണ്ട്, എവിടെ ചന്തുവിനെ ടിറ്റോനെ ഒന്നും കാണുന്നില്ലല്ലോ, അവരെവിടെ പോയി? അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഹരീഷ്. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അതെ വന്നു കഴിഞ്ഞാലേ എനിക്കൊരു ജ്യൂസ് മേടിച്ചുകൊണ്ട് വരാൻ പറയണേ. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ സുധീഷ് മിണ്ടാതിരിക്കുകയാണ്. സാധാരണ സുധീഷ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കണ്ട് നീതു പറയുന്നുണ്ട്, അല്ല എന്ത് പറ്റി സുധീഷിന് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, അതെ അവനക്ക് സുഖമില്ലെന്നോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആൾ ഉഷാറായിട്ടിരിക്കുന്നു, പക്ഷേ മുഖത്തെന്തോ ഒരു വിഷമം, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല ഹരീഷേ, നിന്റെ ചേട്ടൻ ചേട്ടത്തിയോട് വഴക്കിട്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് മടിച്ചിട്ടാണെങ്കിലും ഹരീഷ് പറയുന്നുണ്ട്, അതെ രണ്ടുപേരും വഴക്കിട്ടു. ഇത് കേട്ട് നീതു സുധീഷിനോട് പറയുന്നുണ്ട്, ദേ കണ്ടോ ഹരീഷും ഞാനും തമ്മിൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നിന്നെ കാണുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് നീതു ഹരീഷിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് എന്ത് വാങ്ങിക്കുമെന്ന് ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചു. എന്നിട്ട് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു കീ ചെയിൻ എടുത്ത് നമ്മുടെ ഹരീഷിൻ്റെ നേരെ നീട്ടുവാണ്. ഇത് കണ്ട് ഹരീഷിനെ കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളാത്ത ആ ഒരു അവസ്ഥയിൽ അങ്ങ് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഈ കീ ചെയിനാണ് നിനക്ക് ഞാൻ വാങ്ങിച്ചത്. നിൻ്റെ കീ എവിടെ? ഞാൻ അതിലിട്ട് തരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരിക്കലും നശിപ്പിച്ച് കളയരുത്, എവിടെയും കൊണ്ടുപോയി കളയരുത് കേട്ടോ. ഇത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു ഓർമ്മയ്ക്കാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ സുധീഷിന് ദേഷ്യം വരികയാണ്. സുധീഷ് അങ്ങ് എഴുന്നേറ്റ് ഓടി വരികയാണ് നമ്മുടെ നീതുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ആ കീ ചെയിൻ മേടിച്ചിട്ട് വലിച്ചെറിയാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ നീ എന്തൊക്കെയാണ് ഇവിടെ നിന്നിട്ട് പറഞ്ഞത്? ഈ ഒരു കീ ചെയിൻ കൊടുക്കാൻ വേണ്ടിയാണോ നീ ഇത്രത്തോളം സംസാരിച്ചത്? വല്ല വിലപിടിപ്പുള്ള സാധനം നിനക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തൂടെ? ഇതിനാകെ ഒരു 30 രൂപയല്ലേ വരത്തുള്ളൂ. നിന്റെ സംസാരം കേട്ടപ്പോൾ ബാഗിൽ നിന്നും ഒരു സ്വർണ്ണ ചെയിൻ എടുത്ത് കൊടുക്കുകയാണ് അവനിക്കെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് നീതുവിനാകെ വിഷമം തോന്നുകയാണ്. നീതു ഹരീഷിനോട് പറയുന്നുണ്ട്, ദേ നിന്റെ ചേട്ടൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? എന്നെ എന്തൊക്കെയാണ് പറയുന്നത്? നീ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലേ? ഇതേ സമയം എൻ്റെ ചേട്ടൻ നിന്നെ എന്തെങ്കിലും പറയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടുത്തേനെ. എന്തായാലും നിന്നെയാണല്ലോ ഞാൻ പ്രേമിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നീതി അവിടെ നിന്നും പിണങ്ങി പോകുന്നുണ്ട്. ദിവ്യ നിധിയെ കൂട്ടി തൻ്റെ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്റ്റലിലെത്തിയതും ദിവ്യ പറയുന്നുണ്ട്, ദേ അവ ഇരിക്കുന്നത് എൻ്റെ വാർഡനാണ്, നമുക്ക് അവരോട് ചോദിക്കാം ഇവിടെ റൂമുണ്ടോ എന്ന്.
അങ്ങനെ ദിവ്യ വാർഡന് നിധിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, ഇവിടെ ഒരു റൂമുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട് വാർഡൻ പറയുന്നുണ്ട്, റൂമുണ്ട്, ഷെയറിംഗ് റൂമുണ്ട്, സിംഗിൾ റൂമുണ്ട്, നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, സിംഗിൾ റൂം വേണ്ട, എനിക്ക് ഷെയറിംഗ് റൂം മതിയെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ വാർഡൻ പറയുന്നുണ്ട്, അതെ ശരി എങ്കിൽ ഒരു 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരുമെന്ന് പറയുമ്പോൾ നിധി ആകെ ഞെട്ടുന്നുണ്ട്. അല്ല, തന്നാലും നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ കാശ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമെന്ന് വാർഡൻ പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, മാഡം പ്ലീസ്, എനിക്ക് ജോലി ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ട് ഒന്ന് കുറച്ച് തരാമോ ക്യാഷ് എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ദിവ്യയും പറയുന്നുണ്ട്, മാഡം ഒരു പാവപ്പെട്ട കുട്ടിയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, പക്ഷേ മാഡം എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമോ എന്ന് പറയുമ്പോൾ വാർഡൻ പറയുന്നുണ്ട്, ശരി എങ്കിൽ 1 മാസത്തെ വാടകയെങ്കിലും തരണം, അല്ലാതെ പറ്റില്ലെന്ന് പറയുകയാണ്. ഉടനെ നിധി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ബാഗ് തുറന്ന് തൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുക്കുകയാണ്. ബാക്കി ക്യാഷ് പിന്നീട് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമൊക്കെ ചെന്ന് കാണുന്നുണ്ട് നിധി. അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചെല്ലാം വാർഡൻ നിധിയോട് പറയുന്നുണ്ട്. ഇനി അടുത്ത തവണ വരുന്ന സമയത്ത് നിൻ്റെ ഗാർഡിയനും കൂടി കൂടെ കൂട്ടണം, നിങ്ങളുടെ അഡ്രസ്സും എനിക്ക് തരണമെന്ന് പറയുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. നിധി നേരെ പോകുന്നത് സുഭാഷ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയതും നിധി സുഭാഷ് എവിടെയെന്ന് ചോദിക്കുകയാണ്. സുഭാഷ് നല്ല ജോലി തിരക്കിലായിരിക്കും. എങ്കിൽ ശരി, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, ഞാൻ വന്നു എന്നുള്ള വിവരം പറയണ്ട, ചേട്ടൻ്റെ ജോലിയെല്ലാം തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ എങ്ങനെ കാത്തു നിൽക്കുകയാണ് നിധി. എന്നാൽ സുഭാഷ് കുറച്ച് സമയം കഴിഞ്ഞതും നിധിയെ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. മോളെ നിധി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ എൻ്റെ അടുത്തേക്ക് വരാഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ചേട്ടൻ ജോലി തിരക്കിലായിരുന്നു, അത് കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ശരി, നിനക്ക് എന്താ മോളെ കുടിക്കാൻ വേണ്ടത്? നിധിമോൾക്ക് കുടിക്കാനായിട്ടൊരു ജ്യൂസ് മേടിച്ചുകൊണ്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ ജ്യൂസ് മേടിക്കാനായി അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. നിധി വളരെ വിഷമത്തോടു കൂടി താഴേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ തന്നെ സുഭാഷ് നിധിയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സമയത്ത് വളരെ വിഷമം തോന്നുന്നു, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ എല്ലാം സംഭവിച്ചു പോയി. സോറി മോളെ, ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യം നടന്നത് അത് ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. നീ ഒരുപാട് ഭയന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, മോളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് കൈകൂപ്പുന്നുണ്ട്. എന്താ ചേട്ടാ ഇത്? അത് വിട്ടേക്ക്, എത്ര തവണയായി നിങ്ങളിങ്ങനെ സോറി പറയുന്നത്? ഞാൻ വേറൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇത് കേട്ട് സുഭാഷ്, എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് ഞാനൊരു കാര്യം പറയുകയാണ്, പക്ഷേ തെറ്റായിട്ട് നിങ്ങൾ ധരിക്കരുത്. ഇല്ല മോളെ, മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ, പറഞ്ഞോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നും പോവാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. ഇത് കേട്ട് സുഭാഷ് ശരിക്കും ഞെട്ടുന്നുണ്ട്. സുഭാഷിന് അല്പസമയത്തേക്ക് മിണ്ടാൻ കഴിയുന്നില്ല. നിധിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ നീ പറയുന്നത്? പോകുന്നു എന്നോ? ഇന്നലെ സംഭവിച്ചത് വലിയൊരു തെറ്റ് തന്നെയാണ്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ നീ പോകാനായിട്ട് തീരുമാനിച്ചോ? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതെ ചേട്ടാ, ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ദിവ്യ, അവളുടെ ഹോസ്റ്റലിലാണ് നോക്കി വെച്ചിരിക്കുന്നത്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത് കേട്ട് സുഭാഷ്, എന്താ മോളെ നീ പറയുന്നത്? എല്ലാം നോക്കി വെച്ചു എന്നോ?